എസൻസ് ഗ്ലോബലുമായി ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ ഈ QR കോഡ് വഴി രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എസൻസ് ഗ്ലോബലിന്റെ ഭാഗമാകാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോജ് എന്നാണ്. ഇവിടെ വിളിച്ചത് സഖാവ് കോട്ടപ്പള്ളി എന്നാണ്. സത്യത്തിൽ ഇതൊരു ഗതികേടാണ്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കൂടുതലും അറിയത്തില്ല, കുറച്ച് മെമ്പേഴ്സ് മാത്രമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ അവിടെ നമ്മളുടെ പണ്ടൊരു ഇസ്ലാമിക സംവാദം നടന്നിട്ടുണ്ടായിരുന്നു, അതായത് ജബ്ബാർ മാഷും MM അക്ബറും തമ്മിൽ. അപ്പോൾ ആ സമയത്ത് ഇതിനിടയ്ക്ക് നിൽക്കുന്നതും എക്സ് മുസ്ലിങ്ങളെ കുറച്ച് ചരട് വലിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു മനോജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരൻ ക്ലബ് ഹൗസിലേക്ക് വരികയും ഈ പുള്ളിക്കാരൻ്റെ എൻ്റെയും പേരുകൾ തമ്മിൽ വളരെ സാമ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കണ്ണി കിട്ടുന്നിടത്ത് എല്ലായിടത്തും നല്ല തെറിവിളികൾ കിട്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സത്യത്തിൽ പേരൊന്ന് ചേഞ്ച് ചെയ്തതാണ് അവിടെ, സഖാവ് കോട്ടപ്പള്ളി എന്നുള്ളത്. പിന്നീട് അത് ഇപ്പോൾ AI കൊടുത്തു കഴിഞ്ഞപ്പോൾ AI പറഞ്ഞു, പൊടയിറക്കാം, നിനക്ക് ഈ സഖാവ് കോട്ടപ്പള്ളി ഒന്നും ചേരത്തില്ല, നീ വേണമെങ്കിൽ കോമ്രേഡ് K എന്നിട്ടോ. എങ്കിൽ പിന്നെ കോമ്രേഡ് K എങ്കിൽ കോമ്രേഡ് K എന്നുള്ള രീതിയിലേക്ക് ഞാനും മാറി. ഇപ്പം എൻ്റെ ഇത് ആദ്യത്തെ പ്രസൻറ്റേഷനാണ്. ഈ ഒരു പ്രസൻറ്റേഷനിൽ സത്യത്തിൽ ആദ്യം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഉണ്ട്, എല്ലാ മതവിശ്വാസങ്ങളിലും ഉണ്ട്. ഈവൻ കുറച്ച് മുമ്പേ നടന്ന ആയുർവേദത്തിലെ ചരക സംഹിത എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ആഫ്രോഡീസിയാക്ക് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ മൊത്തവും ഇതിനകത്താണ്. അതിൻ്റെ ഒരു ട്രെയിൻ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബാല, തരുണി, പ്രൗഢ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീകളെ ഒരു ഇതാക്കുകയും ലൈംഗിക ഉപകരണങ്ങളായി കാണുകയും ചെയ്ത ഒരു സമൂഹം നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ കാരണം ഒരു എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നതിന് നിരവധി കാരണങ്ങൾ കാണും. കേവലം ഒരു കാരണമല്ലാതെ നിരവധി കാരണങ്ങൾ കാണും. അതേ കണക്ക് തന്നെ ഒരു കാരണമായിരുന്നു ഈ സ്ത്രീകൾക്ക് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് അവർക്ക് അന്ന് വേട്ടയാടി അല്ലെങ്കിൽ ഒരു അന്യഗോത്രത്തെ പോയി കൊള്ളയടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ജനവിഭാഗങ്ങൾ, അന്ന് അത്രയ്ക്ക് വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാതിരുന്ന സമൂഹത്തിൽ, ഒരു ജനപദത്തിൽ അന്നുണ്ടാകുന്ന ആ ഗോത്രത്തിലുള്ള നിയമങ്ങൾ മൊത്തവും ഇത്തരം പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള നിയമങ്ങളായിരിക്കും അവിടെ. അതല്ലാതെ വേറെ റോക്കറ്റ് സയൻസ് ഒന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അന്നുണ്ടായിരുന്ന ഏതൊക്കെ മതസാഹിത്യങ്ങൾ വരുന്നോ, എന്ത് സാധനം വന്നു കഴിഞ്ഞാലും അതിനകത്ത് ഇത്രയൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കൂട്ടിപ്പറക്കി ഒരു കുട്ടയിലിട്ടിട്ട് ഒരു പ്രസൻറ്റേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു 3-4 മണിക്കൂർ അങ്ങ് മുന്നോട്ട് പോകുന്നത് കാരണം ഇതിനെ വെട്ടിച്ചുരുക്കി ഓരോ വിഭാഗത്തിലായിട്ടുള്ള സ്ത്രീവിരുദ്ധതയായിട്ട് എടുത്ത് പറയാനായിട്ടായിരുന്നു ഞാൻ നോക്കിയത്. ഫസ്റ്റ് തന്നെ ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധതയെ പറ്റിയിട്ടോ സ്ത്രീ സമത്വത്തിൻ്റെ സൂപ്പർ മാർക്കറ്റായിട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം അറിയാൻ പറ്റും, നീ എന്തൊരു കോമഡി പറയാൻ പോകുന്നു എന്ന് തന്നെയായിരിക്കും ആദ്യം ചോദിക്കുന്നത്. സത്യം ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാർക്കും അറിയായിരിക്കും, ഇവൻ പറയുന്നതിനകത്ത് സ്ത്രീ സമത്വത്തെ പറ്റി ഒന്നും പറയാൻ ഇവന് കഴിയില്ല, എനിക്കും കഴിയില്ല. അപ്പോൾ നമ്മുടെ ഈ കഥ നടക്കുന്നത് ജപ്പാനിലോ ജർമ്മനിയിലോ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഒന്നുമല്ല, കേവലം കുറച്ച് മതപണ്ഡിതന്മാരുടെ മനസ്സുകളിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്കൊരു സ്ത്രീ സമത്വം, ഇസ്ലാമിലെ സ്ത്രീ സമത്വം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടായിരിക്കും. മതപുസ്തകങ്ങളിൽ നമുക്ക് പിന്നീട് എടുക്കാം. ആദ്യം കുറച്ച് മതപണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണെന്ന് കേട്ടതിന് ശേഷം പിന്നീട് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് നാസർ മുട്ടുമടക്കിയ ഒരു ഉസ്താദുണ്ട്. നാസറിനെ പലതവണ പുള്ളി മുട്ടുമടക്കിയതാണ്. മുട്ടുമടക്കി നാസർ ഇപ്പൊ പറയും, ഞാൻ ഈ കളിക്ക് വരുന്നില്ല എന്ന് പറയുന്ന ഒരു ഉസ്താദുണ്ട്. നിങ്ങൾ കേട്ടു നോക്കുക. ശരീരശാസ്ത്രം പഠിച്ച അമേരിക്കയിലെ സയൻസ് അധ്യാപകർ പറയുന്നതറിയോ, പെണ്ണിന്റെ നരിയാന്റെ മുകളിൽ നിന്ന് അവൾ ഇട്ടിരിക്കുന്ന എന്ത് പറഞ്ഞാലും അമേരിക്ക അല്ലെങ്കിൽ നാസ, ഈ 2 സാധനം വിട്ടിട്ട് കളിയില്ല. പ്രത്യേകിച്ച് ശരീരശാസ്ത്രം പഠിച്ച അമേരിക്കയിലെ നാസറിന്റെ ടീമോ പറയാതെ ഇവരാരും ഒരു കാര്യം കേൾക്കത്തില്ല. എന്താണ് പറയുന്നത് നോക്കണം. ഒരു ഡ്രസ് അല്പം പൊന്തിയാൽ അവളെ മടമ്പ് കണ്ടാൽ മതി, പുരുഷനോളെ ഇമേജ്. ഇതിനകത്ത് എന്താ പറയുന്നത്, ഇച്ചിരി ഒന്ന് പൊങ്ങിയിരുന്നാല് പുരുഷൻ അപ്പോഴേ ഇമേജ് ചെയ്യുമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ പുള്ളിക്കാരൻ ട്രോളുന്നത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ പുള്ളിക്കാരൻ ട്രോളുന്നത് ആ മതത്തിലെ തന്നെ ആണുങ്ങളെയാണ്. അതായത് ഇവരൊക്കെ ഒരു പെണ്ണിന്റെ ഒരു ഇതൊന്ന് പൊങ്ങിയിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇമേജ് അങ്ങ് ചെയ്യുകയാണ്. എന്തൊരു ഇമേജ് ആണെന്നൊക്കെ പുള്ളിക്കറിയാം. അതുകൊണ്ട് അള്ളാഹ് എന്ത് പറഞ്ഞു, പെണ്ണിനോട് നീ സ്ഫടികമാണ്, സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇവിടെ മത്തി വെക്കല്ലോ, ഈ മത്തിയുടെയൊക്കെ വില ഇപ്പൊ എന്തുവാന്ന് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. അയിലയും മത്തിയൊക്കെ വെക്കില്ല, ചാളയൊക്കെ വെക്കല്ലോ. അതാരെങ്കിലും ലോക്കറിൽ വെക്കാറുണ്ടോ? സ്വർണ്ണക്കടയിലെ സ്വർണ്ണം ലോക്കറിൽ വെക്കുന്ന പോലെ വെക്കാറുണ്ടോ?
എന്താ നോക്കാത്തത്? എന്തൊരു ചോദ്യമാണ്. ടെക്സ്റ്റൈൽസിലെ എല്ലാ ഡ്രസ്സും ഉണ്ടോ വാരിയിട്ട് ലോക്കറിൽ വെച്ച് പൂട്ടല്? പക്ഷെ സ്വർണം വാരിയിട്ട് ലോക്കറിൽ വെച്ച് പൂട്ടുന്നു, ഇരുമ്പ് ഭൂമിക്കടിയിലാക്കി. എന്റെ ചോദ്യം, ഭൂമിക്കടിയിൽ സ്വർണം കുഴിച്ചു വെക്കുന്നത് സ്വർണത്തിന് മൂല്യം ഉള്ളതുകൊണ്ടാണോ മൂല്യം ഇല്ലാത്തതുകൊണ്ടാണോ? മൂല്യമുള്ളതിനെയാണ് മറച്ചു വെക്കുക. പെണ്ണ് മൂല്യം ഇതൊക്കെ ചെയ്ത മാനവരിൽ മനോഹരൻ, എത്ര മനോഹരൻ. ഈ പുള്ളി സത്യത്തിൽ ട്രോളാണ്. ഇനി അടുത്ത വേറൊരു ഒന്ന് കേൾക്കാം. സ്ത്രീകളുടെ സമത്വം കറക്റ്റ് ആയിട്ട് പറയുന്ന വേറൊരു ഉസ്താദുണ്ട്. ഇനി ഓരോ മേഖലയിലും എന്റെ പ്രിയമുള്ള അനുവാചകരെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമം പറയാത്ത ഒരു മേഖലയുമില്ല, അധ്യായവുമില്ല. എങ്ങനെ ജീവിക്കണമെന്ന് എല്ലാം പഠിപ്പിച്ചു തന്നു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമം പറയാത്ത ഒരു മേഖലയില്ലെന്നാണ് പുള്ളി പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഖുർആനോ ഹദീസുകളോ തഫ്സീറുകളോ ഒക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇവൻ സീറകൾ പോലും വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമം പറഞ്ഞത് മൊത്തം ആണിന് വേണ്ടിയിട്ടാണ്. ആണിന് പെണ്ണിനെ എങ്ങനെ നിയന്ത്രിച്ച് നമ്മളെ ഈ പറയും പല ഉസ്താക്കന്മാരും, ഈ ഉസ്താദ് തന്നെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, സ്ത്രീകൾക്ക് ഇതുപോലെ സ്വാതന്ത്ര്യം കൊടുത്ത ഒരു മതം വേറെ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അത് ശരിയാണ്. ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് നമ്മുടെ ഇക്കയാണെന്ന് മാത്രം. ഇക്ക വരയ്ക്കും, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം നമ്മൾ എടുക്കത്തില്ല. പെണ്ണിന് ഏറ്റവും സ്വാതന്ത്ര്യം കൊടുത്ത മതം ഏതാണ്? അത് ഇസ്ലാം തന്നെ. ഞാനെന്ത് പറയാനാ? പുള്ളി പറയുന്നത് ഇതാണ്, ഇപ്പൊ യൂറോപ്യൻസ് ഒക്കെ പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്നത് അത് എന്തൊക്കെയോ കാര്യത്തിന് യൂട്ടിലൈസ് ചെയ്യാനാണ്, എന്തൊക്കെയോ മിസ്യൂസ് ചെയ്യാനെന്നോ എന്താ മിസ്യൂസ് എന്ന് പുള്ളിക്കറിയാം. അപ്പൊ അത് ചെയ്യാനാണ് ബാക്കിയുള്ള ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് സ്വാതന്ത്ര്യത്തിന്റെ സൂപ്പർ മാർക്കറ്റ് ആണെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ എൻ്റെ സ്ലൈഡ് കാണിക്കുമ്പോൾ ഒരു ആക്ടിവിസ്റ്റിന്റെ ഒരു ഇത് കൂടെ കാണിക്കാം. ഇത്രയും ചാക്കി കെട്ടി പൊതിഞ്ഞ് നടന്നിട്ടും നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു ക്യാമ്പയിൻ തന്നെ ട്വിറ്ററിൽ ഇപ്പോഴത്തെ എക്സിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഈ കാബയിൽ പോയിട്ട് ഇവർ കാബയിലേക്ക് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഇതെല്ലാം ഫുള്ളും പൊതിഞ്ഞ് കെട്ടി തന്നെയാണല്ലോ, മൂടിക്കെട്ടി ചാക്കിനകത്തേക്ക് കയറ്റി തന്നെയാണ് സ്ത്രീകൾ പോകുന്നത്. അവിടെ പോലും 5 പേർക്ക് പീഡനങ്ങൾ, അതായത് ഹറാസ്മെന്റ് ഉണ്ടായതിന് പറയുന്ന എക്സിൽ അവർ വന്ന് പറയുന്ന വീഡിയോസ് ലിങ്ക് ഞാൻ ഇതിനകത്തേക്ക് സ്ലൈഡ് ഞാൻ കാണിക്കുന്നതാണ്. അവിടെയും ഞങ്ങൾ വെറുതെ വിടില്ല എൻ്റെ പൊന്നോ. അങ്ങനെയാണ് ഈ സാധനങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത്. ഇനി ഒരെണ്ണം കൂടി, അധികം സ്ലൈഡ് കാണിക്കാനായിട്ട് സമയമില്ല, ആകെ 1/2 മണിക്കൂറേ ഉള്ളൂ. അതിനകത്ത് ഒരെണ്ണം കൂടി കാണിച്ചിട്ട് ഞാൻ വരാം. ബാക്കി ഇനി ഉണ്ട് കേട്ടോ, ഇതൊരു 4 മണിക്കൂറത്തെ. പെണ്ണുങ്ങൾ അങ്ങാടികളിൽ ഇറങ്ങുന്ന പ്രകടനങ്ങൾ ഒഴിവാക്കുക. പെണ്ണുങ്ങളെ അതിനൊന്നും ഏൽപ്പിച്ചിട്ടില്ല. പെണ്ണുങ്ങളുടെ അങ്ങാടി, ഈ ഉസ്താദിനെ പലർക്കും അറിയായിരിക്കും, നമ്മുടെ ജ്യൂസ്. മുസ്ലിം സമുദായമൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണെന്ന് വിചാരിച്ച് അവരുടെയൊക്കെ ചില വിഴുപ്പ് ഭാണ്ഡങ്ങൾ സമുദായത്തിൽ കലക്കാമെന്ന് ഒരു വഹാബിയും വിചാരിക്കേണ്ട. അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പെണ്ണങ്ങാടിയിൽ ഇറങ്ങിയിട്ടൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ പരിഹരിക്കുക, നിങ്ങൾ കുട്ടികളെ പോറ്റുക, കുട്ടികൾക്ക് പഠിച്ചോദ്യം പറഞ്ഞു കൊടുക്കുക, അതപോൻ അപോൻ അതപോൻ ഒക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ പറയുന്നത്, പെണ്ണുങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതി, കുട്ടികളെയൊക്കെ നോക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പം നമ്മുടെ പ്രസന്റേഷനിലേക്ക് വരുവാണെങ്കിൽ, ഞാൻ ഈ ഒരു പ്രസന്റേഷൻ ആണെങ്കിൽ സാധാരണ ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധത എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക് ആയതുകൊണ്ടും അത് മാത്രമല്ല, ഇത് പലരും നമ്മുടെ എസൻസിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിരവധി ആൾക്കാർ ഈ ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധത, എനിക്ക് തോന്നുന്നു 2 or 3 പ്രസന്റേഷൻ എസൻസിൻ്റെതായിട്ട് തന്നെ കടപ്പേണ്ടത് കൊണ്ടും ഇതിനകത്ത് ഒരു മതപുസ്തകങ്ങൾ ഒരു കിതാബ് തന്നെയാണ്, 1 or 2 കിതാബുകൾ, അതായത് മുഹമ്മദിന് വഹി കിട്ടിയിട്ടുള്ള ഖുറാൻ, അത് കഴിഞ്ഞിട്ട് ഹദീസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഖുറാന്റെ വിവർത്തനമായിട്ടുള്ള ഒരു തഫ്സീറുകൾ, അത് തന്നെ പലരും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ വളരെ സിമ്പിളായിട്ടും സാധാരണക്കാർക്ക് മനസ്സിലാകുന്നു എന്ന രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണെന്നാണ് ഖുറാൻ പറയുന്നത്. പക്ഷേ അത് മനസ്സിലാകത്തോണ്ടോ എന്തോ ഒരു 3 or 4 തഫ്സീറുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുഹമ്മദിന്റെ ജീവിതചര്യകളൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസുകളുണ്ട്, പിന്നെ സീറകളുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇവിടെ ഇതൊക്കെ എടുത്തു വെച്ച് നോക്കി കഴിയുമ്പം ഈ കാണുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അതൊരു പ്രസന്റ് ചെയ്യാനായിട്ട് ഇരുന്നത്. പക്ഷേ ഇന്ന് അതിനെ എല്ലാം കൂടെ എടുത്തൊന്ന് മിക്സ് ആക്കിയിട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ബാക്കിയൊക്കെ മറ്റെവിടെയെങ്കിലും നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അവതരിപ്പിക്കാവുന്നതാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന സ്ത്രീ സമത്വം,
കൗമാരത്തിൽ എന്തെങ്കിലും സ്ത്രീ സമത്വം കൊടുക്കുന്നുണ്ടോ? വിവാഹത്തിന് ശേഷവും മുമ്പും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? യുദ്ധകാലത്ത്, അതേ കണക്ക് തന്നെ മരണസമയത്ത്, മരണം കഴിഞ്ഞിട്ടുള്ള ഓഫറുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഞാനിവിടെ പറയാനിരുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് പറയുമ്പോഴത്തേക്ക്, ഞാനിപ്പോൾ സ്ത്രീകളുടെ കാര്യം ഇവിടെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിക്കും, എടേ എങ്കിൽ പുരുഷന്മാർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, അത് നിങ്ങൾ എന്താ പറയാത്തതെന്ന്. ഞാൻ ആദ്യം പുരുഷന്മാർക്ക് കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. ആദ്യം പറയുന്നതാണ്, അള്ളാഹുവിൽ യാതൊന്നിലും പങ്കു ചേർക്കാതെ, അതായത് മറ്റ് ദൈവങ്ങളെ, പുള്ളിക്കാരന് ഏറ്റവും വലിയ കുഴപ്പമുള്ള ഒരു സാധനമാണ് മറ്റേതെങ്കിലും ദൈവം, ഞാനല്ലാതെ വേറെ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ദൈവത്തിനെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടമാകത്തില്ല. നിങ്ങൾ വേറെ എന്തും ചെയ്തു, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ സമുദായത്തിൽപ്പെട്ട വല്ലവനും മരണമടഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ അബൂദർ ചോദിച്ചു, അവൻ കളവ് നടത്തുകയും വ്യഭിചരിക്കുകയും ചെയ്താലോ? നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്യണം. ഈ വ്യഭിചാരം എന്ന് പറയുന്ന സാധനത്തിനകത്തു നിന്നും, അല്ലെങ്കിൽ ഈ അൺലിമിറ്റഡ് ലൈംഗികത എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മതമാണ്, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ സാഹിത്യമാണ് ഇത് മുഴുവനും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അന്ന് ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് കൂടുതൽ പടയാളികളെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അതും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ, പടയാളികളെ തന്നെ ആവശ്യമുണ്ടായിരുന്നു. അവർക്കുള്ള ഓഫർ എന്തായിരിക്കും എന്നുള്ളത് അറിയാമല്ലോ. മുഹമ്മദ് നല്ലൊരു കച്ചവട സംഘത്തെ വർഷങ്ങളോളം നയിച്ചൊരു വ്യക്തിയാണ്, നല്ലൊരു ബിസിനസ്മാൻ ആയിരുന്നു. സോ അങ്ങനെയുള്ള ഒരു ഓഫർ മാത്രമേ പുള്ളിക്കാരനും കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവൻ കളവ് നടത്തുകയും വ്യഭിചരിക്കുകയും ചെയ്താലോ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? മുഹമ്മദ് പറഞ്ഞു, അതെ, അവൻ മോഷ്ടിക്കുകയും കളവ് നടത്തുകയും ചെയ്താലും സ്വർഗത്തിൽ പ്രവേശിക്കും. സഹീഹ് ബുഖാരി ബുക്ക് 2 23-329 ഈ ഹദീസ് നിങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അള്ളാഹുവിന് യാതൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾ എന്തും ചെയ്തു, നിങ്ങൾ കളവ് നടത്തിക്കോളൂ, നിങ്ങൾ മറ്റുള്ള രീതിയിൽ എന്ത് രീതിയിലുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്തുകൊള്ളൂ. പക്ഷെ ഒറ്റ കാര്യം, ഞാനല്ലാതെ മറ്റേതെങ്കിലും ദൈവം ഉണ്ടെന്ന് എൻ്റെ പൊന്നുമോനെ നീ പറയരുത്, നിന്റെ അണ്ണാക്കി പിരിവെട്ടും. സോറി, ഞാൻ ഈ ക്ലബ് ഹൗസിൽ സംസാരിച്ചത് കൊണ്ട് ചില വാക്കുകളൊക്കെ എനിക്ക് കയറി വരും. അത് കാരണം ഒരു ഇതുകൊണ്ട്, സോറി, ക്ഷമിക്കുക. മുഹമ്മദ് പിന്നെ വേറെ ഒരു കാര്യം കൂടിയുണ്ട്, കുറച്ചും കൂടി. അത് നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പേ ആണുങ്ങൾക്ക് കൊടുത്തൊരു ഓഫർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യം ഏത് ഉസ്താക്കന്മാർ ഇസ്ലാമിക സ്ത്രീ സമത്വം പറഞ്ഞുകൊണ്ട് വയലുകൾ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പം ഈ പള്ളികളിലും മറ്റും നടത്തുന്ന പ്രസംഗങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ സ്ത്രീ സമത്വത്തിൽ പറയുന്നത് ഒരൊറ്റ കാര്യമായിരിക്കും, ദേ ഈ സാധനം. ജാഹിലിയ കാലം, നമ്മുടെ കരുണാകരൻ്റെ കണക്ക ആദ്യം ഇങ്ങോട്ട് വരും, ഈ കണാറൻ ചെയ്യുന്ന കണക്ക് തെള്ളി മറിച്ച് കൊണ്ടങ്ങ് വെക്കും. ജാഹിലിയ കാലത്തിൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടങ്ങ് കരച്ചിലാണ്. എന്താണ് പറയുന്നത്? അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക്, അത് ഒരു പെൺകുട്ടി അങ്ങോട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇതാ എനിക്ക് കിട്ടിയത് പെൺകുട്ടിയാ, ഓക്കെ, തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും. അത് കഴിഞ്ഞിട്ട് ഇവൻ തലയിലിട്ട് നടക്കുന്ന പിതാവിനെയൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും. സത്യത്തിൽ ഇതിനൊന്നും റെക്കോർഡിക്കലായിട്ടുള്ള വലിയ ഡേറ്റാസ് ഒന്നും ഇല്ല. പിന്നീട് എല്ലാ ഗോത്രങ്ങളിലും ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുമായിരിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ സ്ത്രീകൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് മെറ്റേണിറ്റി ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കാരണം ചിലപ്പം കണ്ടിരിക്കാം. പക്ഷേ പുള്ളിക്കാരൻ ആദ്യത്തെ വിവാഹം കഴിച്ച ഖദീജ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. പുള്ളിക്കാരത്തി അവിടുത്തെ ഏറ്റവും വലിയ ധനികയായിരുന്നു, ഏറ്റവും വലിയ സമ്പത്തിനുടമയായിരുന്നു, കുറേ കാരവാനുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്തിയാണ് അങ്ങോട്ട് ചെന്ന് പറയുന്നത് മുഹമ്മദിനെ എനിക്ക് കെട്ടണമെന്ന്. മുഹമ്മദിന്റെ റിലേറ്റീവുമായിട്ട് പോയിട്ട് സംസാരിച്ച് പെർമിഷൻ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ഇവരെ തന്നെ കൊച്ചാക്കുന്ന പരിപാടിയല്ലേ എങ്ങനെ ഈ കാണിക്കുന്നത്? ഈ ജാഹിലിയ കാലത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിന് വേറൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം അവിടെയുള്ള ആൾക്കാർക്ക് ഇത്രയും വലിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകണമെങ്കിൽ, പ്രത്യേകിച്ച് ഈ സെക്സിന്റെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഹദീസുകളൊക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പകുതി മുക്കാലും ഹദീസുകളും നമുക്ക് ഒരു പ്രസന്റേഷൻ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ ഏകദേശം 400ഓളം സ്ലൈഡുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ വെട്ടിച്ചുരുക്കിയാണ് ഈ ഒരു 10-12 സ്ലൈഡുകളിലാക്കി ഞാൻ ഒതുക്കിയത്. പലതും നല്ല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയാത്ത സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇങ്ങനെ ഇത്രയും ഉണ്ടാകണമെങ്കിൽ അവിടെ എന്തെങ്കിലും നമ്മളെ ഇപ്പം ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഷോർട്ടേജ് ഉണ്ടാകുകയാണെങ്കിൽ മാത്രമാണ് അവിടെ അതിന് ആവശ്യം കൂടുന്നത്. ചോദന വർദ്ധിക്കുക എന്നൊക്കെ അതിൻ്റെ മലയാളം പറയത്തില്ലേ. അപ്പോൾ എന്തോ ഒരു ഷോർട്ടേജ് അവിടെ ഉണ്ടായിരിക്കണം. പക്ഷേ ഈ ജാഹിലിയകാലം പറയുന്ന കണക്കുള്ള തള്ളുകൾ ഉണ്ടായിരിക്കില്ല. കാരണം അറേബ്യയിൽ ഇത് കൂടാതെ തന്നെ ധാരാളം അടിമ സ്ത്രീകൾ ഉണ്ടായതായിട്ടും നമുക്ക് ഹമറാബി തൊട്ടുള്ള ഇങ്ങോട്ട് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ, ആ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ അവിടെ ധാരാളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള തള്ളുകൾ ഒന്നും കണ്ടിട്ടില്ല.
ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, അല്ലെങ്കിൽ പലപ്പോഴും ഇതേ കണക്കുള്ള പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊരു പ്രസന്റേഷനായി തന്നെ ചെയ്യണമെന്ന് ഞാൻ കരുതിയത്, പ്രത്യേകിച്ച് ഈ ക്ലബ് ഹൗസിലൊക്കെ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് സയൻസ്, അല്ലെങ്കിൽ അടുക്കളയിലെ അന്ധവിശ്വാസം, ആയുർവേദം ശാസ്ത്രീയമോ ഹോമിയോപ്പതിയോ അല്ലെങ്കിൽ ഈ ഹസ്തരേഖ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സയൻസ് പരമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെയൊക്കെ ചില വെട്ടുകിളികൾ വരും. ഒന്ന് നിങ്ങൾക്കറിയാമായിരിക്കും, സാധാരണയുള്ള നമ്മളുടെ കാവിക്കൊടിയുടെ സ്നേഹിതരാണ് വരുന്നത്. പക്ഷെ അവർ വന്നിട്ട് വളരെ ഇന്റലക്ച്വലായിട്ട് വന്നിട്ട് ഒരു ഡയറിയൊക്കെ നടത്തിയിട്ട് അങ്ങോട്ട് മാറി നിൽക്കും, നമ്മൾ തൂക്കിയെടുത്ത് കളയും. അതിനുശേഷം പിന്നീട് വരുന്നത് ചെങ്കൊടിയുടെ കാവൽക്കാരായിരിക്കും. അവരെ നമ്മളൊരു സൈഡിലേക്ക് ഒതുക്കി കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ നൈസായിട്ട് കയറി വരും. നിങ്ങൾക്ക് ലോകത്തെ പറ്റി അറിയാമോ? നിങ്ങൾക്ക് കണ്ടിജൻസ് തിയറി അറിയാമോ? നിങ്ങൾക്ക് കലാം കോസ്മോളജിക്കൽ തിയറി അറിയാമോ? ഇതൊക്കെ അരച്ച് കലക്കിയ ഒരു സാധനമുണ്ട്, സ്ത്രീകൾക്ക് മൊത്തവും കൊടുത്തിരിക്കുന്ന ഒരു സാധനമുണ്ടെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ എപ്പോഴും പറയുന്നതിനകത്തുനിന്ന് ലാസ്റ്റ് നമ്മൾ പോയി പഠിച്ചാണ് ഈ ഖുറാനും ഹദീസും ഒക്കെ പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചപ്പോൾ കണ്ടൊരു ഇതാണ്, അതായത് ആ മഞ്ഞ ഇത് ഇട്ടിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കുക. ട്രീറ്റ് ദ വുമൺ വെൽ ഫോർ ദേ ആർ ബ്രാക്കറ്റ് ലൈക്ക് ഡൊമസ്റ്റിക് ആനിമൽസ്. അതായത് നിങ്ങൾ വളർത്തു മൃഗങ്ങളെ പോലെ സ്ത്രീകളെ കണ്ട് പരിപാലിച്ചാൽ മതി എന്ന്. ഇത് തബരിയിലാണ് കേട്ടോ. തബരി വോളിയം 9 1755 എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ പിന്നെ സ്ത്രീ സമത്വം നമ്മൾ എവിടെ കൊടുക്കാൻ പറ്റും മല്ലയ്യ? ഇത് സത്യത്തിൽ ഒരു രംഗണ്ണൻ അമ്പാൻ കളിയാണ്. അതായത് അമ്പാന്, രംഗണ്ണൻ എപ്പോൾ വിഷമിച്ചാലും അമ്പാൻ അവിടുന്ന് ആയത്തുകൾ ഇങ്ങനെ ഇറക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. രംഗണ്ണൻ എന്തൊരു പ്രശ്നം വരുന്നുണ്ടോ അമ്പാൻ അവിടെ നോക്കി നിൽക്കത്തില്ല. പലപ്പോഴും നിങ്ങൾ ആവേശം സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സിൽ രംഗണ്ണൻ എൻ്റെ കൂടെ ആരുമില്ല, എനിക്ക് സ്നേഹമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വിഷമിച്ച് നിൽക്കുന്ന അമ്പാനെ പോലും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പം എന്തോ കാര്യത്തിനകത്ത് രംഗണ്ണൻ ഒരു വിഷമം വന്നു, അന്നേരം എഴുതി കൊടുത്തൊരു സാധനമായിരിക്കാം ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ അതിനകത്തേക്ക് ഇനി ഇതിനെ ചുവട് പിടിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും നാളും ഈ ഉസ്താക്കന്മാരെല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ഒരു നല്ലൊരു കാര്യം എന്ന് പറയട്ടെ, ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസി സമൂഹത്തിലും ഇതൊക്കെ അവർ ഒരു കഥകളായിട്ട് തള്ളുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു കാര്യം മാത്രമുണ്ട്, അവരുടെ മൗനം പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമാവാറുണ്ട്. ഇത്രയും ഉസ്താക്കന്മാരൊക്കെ ഇത് പറയുമ്പോഴും പലരും ഇത് കണ്ടിട്ട് മിണ്ടാതെ ഇരിക്കും. ആ മിണ്ടാതെ ഇരിക്കുന്ന ഒരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അടുത്തതായിട്ട് ഇസ്ലാമിൽ ഇനി നിങ്ങൾ ചോദിക്കും, സ്ത്രീകൾക്ക് എന്തെങ്കിലും രീതിയിലൊരു സമത്വം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന്. വളരെ മോശമായ ഒരു കാര്യമാണെങ്കിലും സ്ത്രീകൾക്ക് സമത്വം അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണിത്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഈ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്ന ഒരിതുണ്ട്. ഇന്ന് പല വികസിത സമൂഹത്തിലും ഇത് മോശമാണെന്നും ഇത് കണ്ട് ഒഴിവാക്കുകയും, പ്രത്യേകിച്ച് എന്തിനാണ് നമ്മളുടെ മെയിലിൻ്റെ കാര്യത്തിനകത്തായാൽ പോലും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സർക്കംസൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പറയുകയാണ്, എന്താ പറയുന്നത്, ഈ പരിച്ഛേദനയേറ്റ ഭാഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആണിനും പെണ്ണിനും ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിനകത്ത് അള്ളാഹു യാതൊരു വിട്ടുവീഴ്ചയും കണ്ടില്ല, തുല്യ സമത്വമാണ് കൊടുത്തത്. പക്ഷെ പുള്ളിക്കാരന് ഈ മനുഷ്യന്റെ അനാട്ടമിയോ ഫിസിയോളജിയോ ഒരു മുണ്ണാക്കും അറിയത്തില്ല. അനാട്ടമിയൊന്നും അറിയത്തില്ല എന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അറിയാൻ പറ്റും. കാരണം നട്ടലിൽ നിന്നാണ് ശുക്ലം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ടീമാണിത്. അപ്പം അതിൽ കൂടുതലൊന്നും ഞാൻ പറയേണ്ടതല്ല. ആകെ കൊടുത്തൊരു എന്താ പറയുന്നത്, ഇത് ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമായിരുന്നു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു, പുള്ളിക്കാരൻ എപ്പോഴും എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് അമ്പാൻ അവിടെ ഇടപെടും, അമ്പാൻ ആയത്തിറക്കും. അങ്ങനെ അമ്പാൻ ആയത്തിറക്കിയ ഒരു കാര്യങ്ങളാണ്, ആയത്തോ അല്ലെങ്കിൽ അതേ രീതിയിൽ പറഞ്ഞു കൊടുത്തൊരു ഇതാണ് ഇത്. അത് മുഹമ്മദ് തന്നെ പറഞ്ഞതായതുകൊണ്ടാണ് ഞാനിത് ഹദീസിൽ നിന്ന് എടുത്തത്. സഹീഹ് മുസ്ലിം 79A ആണ്. അതായത് മിക്ക സ്ത്രീകൾക്കും നരകം എന്നാണ് പറയുന്നത്. അവർ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നവരാണ്. എന്തിനാണ് ശാപവാക്കുകൾ വർദ്ധിപ്പിക്കേണ്ടി വരുന്നത്? ഇവൻ ജോലിക്കും കൂലിക്കും ഒന്നും പോവാതെ ഇവൻ പോയി വല്ല കൊള്ളയ്ക്കും വെടിവെപ്പിനും ഒക്കെ പോയി കഴിഞ്ഞാൽ, മേ ബി അന്ന് വെടിവെപ്പില്ലായിരുന്നു, യുദ്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വാൾ കൊണ്ടുള്ള യുദ്ധം, അപ്പോൾ ഈ യുദ്ധത്തിനുമൊക്കെ പോയിട്ട് തിരിച്ചു വരിക, അതിനകത്ത് കൊണ്ടുവന്നിട്ട് കൊള്ള മുതലായിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ പിടിക്കുക, അവരെയൊക്കെ പങ്കുവെക്കുക, അവരെയൊക്കെ വിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ത്രീകളുടെ കാര്യത്തിനകത്ത് പലപ്പോഴും നോക്കിയില്ലെങ്കിൽ അവർ ചിലപ്പം വന്ന് പറയും, അണ്ണാ ഇത് എന്തിനു കാണിക്കണത്, നിങ്ങൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിപ്പോയത് തന്നെ ഇവിടെ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. അന്നേരം പുള്ളിക്കാരൻ അത് ഇഷ്ടപ്പെട്ടില്ല, അമ്പാൻ അപ്പോഴേ അടുത്ത് കൊടുത്തു, സ്ത്രീകൾക്ക് ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നവരാണ്,
ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ്. അത് കറക്റ്റാണ് കേട്ടോ. കാരണം ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കാനായിട്ട് കൊരണ്ടിപ്പലകെ കയറി നിന്നാൽ പോലും അണ്ണൻ അത് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ ഉസ്താദൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഉസ്താക്കന്മാർക്കൊക്കെ പറയാനായിട്ട് ഇത് ഉണ്ടാക്കിയതാണ്. ഇതില്ലെങ്കിലോ 2 മലക്കുകളെയാണ് വിട്ടിരിക്കുന്നത്. 2 മലക്കുകൾക്ക് എന്താണ് പരിപാടി? ഈ പാരാത്രി തൊട്ട് വെളുപ്പാൻ രാവിലെ വരെ, എടി നീ അവൻ പറഞ്ഞിട്ട് കേട്ടില്ല, നീ കൊള്ളാത്തവളാണ്, ഇങ്ങനെ പ്രാക്കോട് അൺലിമിറ്റഡ് പ്രാക്കും കൊടുക്കുന്ന ഒരു സാധനം കൂടി ഇതിനകത്തുണ്ട്. സ്ത്രീകളെ ഇതിൽ കൂടുതൽ എന്ത് വേണം? പിന്നെ വേറെ ഒരു ഉസ്താദിന്റെ ഒരു വാക്കുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ആയിട്ട് കാണിച്ചില്ല, കാരണം സമയം കുറവായതുകൊണ്ട് അതിനെ ഒന്ന് ചുരുക്കിയതാണ്. അതായത് ഞാൻ എൻ്റെ വാക്കി പറയും, ഞാൻ എൻ്റെ കാറിലാണ് വന്നത്, നല്ല നെല്ലിക്ക ഇട്ട് മത്തിക്കറി വെക്കാൻ പറ്റാത്തവരാരും ഇനി IAS പഠിച്ചിട്ടോ IPS പഠിച്ചിട്ടോ യാതൊരു കാര്യവും ഇല്ല. പെണ്ണുങ്ങളായ നല്ല നെല്ലിക്ക ഇട്ട് പഠിക്കണം, അല്ല മീൻകറി വെക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞൊരു ഉസ്താദും ഉണ്ട്. അവർക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് പറയാൻ ഇതേ കണക്കുള്ള ഹദീസുകളാണ് നമ്മൾ അമ്പാൻ ഇറക്കി കൊടുത്തിരിക്കുന്നത് എന്നുകൂടി എനിക്ക് പറയാനുണ്ട്. പിന്നെ ഈ കുറേ ദിവസങ്ങൾ നമസ്കരിക്കാതെയും റമദാനിൽ വ്രതം അനുഷ്ഠിക്കാതെയും കഴിച്ചു കൂട്ടുന്നവർ മതത്തിൻ്റെ കുറവുള്ളവർ, ദാറ്റ് മീൻസ് ദീനിൻ്റെ കുറവുള്ളവർ. ഇവർക്ക് എങ്ങനെയാണ് ദീനിൻ്റെ കുറവുണ്ടാകുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സ്ത്രീകൾക്ക് പല ഉസ്താക്കന്മാരും, ഇതൊക്കെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിൽ നിന്ന് കേട്ടിട്ടാണ് ഞാൻ ഇതിനകത്തൊക്കെ പോയി നോക്കുന്നത്. പല ഉസ്താക്കന്മാർക്കും പറയും സ്ത്രീകൾക്ക് എന്ത് സമത്വമാണ് കൊടുത്തിരിക്കുന്നത്, എന്താ പറയുന്നത്, പിരീഡിൻ്റെ നാളുകളിൽ അവൾക്ക് എന്തുമാത്രം വേദനയാണ് അനുഭവിക്കുന്നത്, ആ ആർത്തവ നാളുകളിൽ അവൾക്ക് ഞങ്ങൾ കൊടുത്തില്ലേ, വീട്ടിലിരിക്കാൻ പറഞ്ഞില്ലേ, നിസ്കരിക്കാതിരിക്കൂ എന്ന് പറഞ്ഞില്ലേ, കട്ടിപ്പണി എടുപ്പിച്ചില്ലല്ലോ. ശരിയാണ്, നിസ്കാരം ഒരു വലിയ കട്ടിപ്പണിയാണ്. 5 നേരം നിസ്കരിക്കുക എന്ന് പറയുന്നത് നടുവൊടിയുന്ന പരിപാടിയാണ്. പക്ഷേ ഈ നടുവൊടിയാത്ത പരിപാടികളൊക്കെ ഉണ്ട്. കുട്ടിയെ കുളിപ്പിക്കുക, കുട്ടിയെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതിൻ്റെ മൂക്കള പിഴിഞ്ഞ് കളയുക, അണ്ണന് വേണ്ടിയിട്ട് കറിയും കൂട്ടാനും ഒക്കെ വെക്കുക, ചോറ് വെക്കുക, വീട്ടിൽ അടിച്ചു വാരുക, മുറ്റം തുടയ്ക്കുക, വേറെ എന്തെങ്കിലും ഇനി കുതിരയോ ഒട്ടകോ ഉണ്ടെങ്കിൽ അതിനെയും കുളിപ്പിക്കുക. ഇതൊന്നും റിസ്ക് ഇല്ലാത്ത പണിയാണ്. ആകെയുള്ള ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കരിക്കുക. അത് കട്ടിപ്പണിയാണ്, അതിൽ നിന്ന് ഒഴിവാക്കി തന്നിട്ടുണ്ട്. ഇനി സമത്വം ഇല്ലെന്ന് ആരും പറഞ്ഞേക്കരുത്. ഇനി വേറെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്, ആണുങ്ങൾക്ക് കൊടുത്ത ഓഫറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞത്. ഈ ഓഫർ എല്ലാവർക്കും കിട്ടത്തില്ല കേട്ടോ. ദോസ് പീപ്പിൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചിലർ, നിങ്ങളൊക്കെ ന്യൂസുകളിൽ വായിച്ചു കാണും, ഇരുമ്പിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ടുകൊണ്ട് ചിലർ പോയ കാര്യം. അവർക്കൊക്കെ പോകാനായിട്ട് ഒരു ഇത് കൊടുത്ത ഒരു എന്താ പറയുക, മോട്ടിവേഷൻ കൊടുത്ത ഒരു ഓഫറാണിത്. തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ലിംഗം ഒരിക്കലും മയപ്പെടുത്തുന്നില്ല. സോറി, ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നതിനകത്താണ് എടുത്ത് പറയുന്നത്, ഇതൊന്നും എൻ്റെ വാക്കുകളല്ല. ഉദ്ധാരണം ശാശ്വതമാണ്. ഈ മയപ്പെടുത്തുന്നില്ല എന്നൊക്കെ വിചാരിച്ചാൽ എന്തുമായിരിക്കൂടെ? ഇതൊക്കെ അതൊരു അസുഖമാണെന്ന് പോലും അറിയത്തില്ല. ഇതൊക്കെ ഇങ്ങനെ മയപ്പെടാതെ നിന്ന് കഴിഞ്ഞാൽ ഓരോ തവണയും നിങ്ങൾ അനുഭവപ്പെടുന്ന സംവേദനം തീർത്തും രുചികരവും ഈ ലോകത്തിന് പുറത്തുള്ളതുമാണ്. ആഹാ, അതാണ്, ചുമ്മാതെ അങ്ങ് കൊതിപ്പിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അന്നത്തെ കാലത്ത് യുദ്ധത്തിന് പോവാതിരിക്കുമോ? ഞാനാണെങ്കിൽ സത്യം പറയാം, ഇറങ്ങി പുറപ്പെടും കേട്ടോ. എന്നാ ഓഫറാണെന്നറിയാമോ? ഈ ലോകത്തിന് പുറത്തുള്ളതുമാണ്. ഈ ലോകത്ത് നിങ്ങൾക്ക് അത് അനുഭവിച്ചാൽ നിങ്ങൾ തളർന്നു പോകും. എൻ്റെ പൊന്നോ, ആ ഒരു തളർച്ച. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അന്ന് ഇത്തരം മാഗസിനുകളോ ഒന്നുമില്ല. ഈ 2 വാക്കുകൾ കേട്ടാൽ മതി. അന്നേരം നമ്മൾ മനുഷ്യനാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും. പിന്നെ എവിടെ അമ്പാനെ വാൾ, എവിടെ വാ പോവാം, എങ്ങനെ അങ്ങ് പോകാനായിട്ടുള്ള സാധനമാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതാണ്, തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക്, അതായത് ഇതിനകത്തൊക്കെ പോയിട്ട് വെട്ടിക്കുത്തി മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് ഈ ബാക്കിയല്ലാതെ മരിക്കുന്നവർക്കൊക്കെ, എനിക്ക് തോന്നിയിട്ട് മുഹമ്മദിനെ പോലും ഇപ്പൊ ഖബറിലെ കാര്യങ്ങളുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊന്നും സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. അതിനൊക്കെ കുറച്ച് നിയമങ്ങളുണ്ട്. പക്ഷേ ജിഹാദ് ചെയ്ത് മരിക്കുന്നവർക്കാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്വർഗത്തിലേക്ക് പോകാം. അങ്ങനെ തിരഞ്ഞെടുത്ത് പോകുന്നവർക്ക് 70 ഹൂറികളെ വിവാഹം ചെയ്തു കൊടുക്കും. 1, 2 ഒന്നും പോരെ, 70 എണ്ണം വേണോ? അവൻ ഭൂമിയിൽ വിവാഹം കഴിച്ച സ്ത്രീകളെയും കൂടാതെ അവർക്കും അവിടെ ചെന്നാലും മനസ്സമാധാനം കൊടുക്കത്തില്ല. ഇവരെയും ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി ഇവന്റെ അടുത്തേക്ക് കൊണ്ട് ചെന്നേക്ക്, എന്നാ പിടിച്ചോന്നും പറഞ്ഞിട്ട്. എല്ലാവർക്കും വിശപ്പുള്ള യോനി ഉണ്ടായിരിക്കും. ഇതെന്തുവാടേ ഈ വിശപ്പുള്ള യോനി? എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കിത് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇനി വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് പറയുന്നത്, ഈ ആണുങ്ങളുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ആണുങ്ങളുടേതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പേര് ചേർത്ത് പറയാതെ നിങ്ങൾ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം. ഇവൻ നിങ്ങൾക്ക് പലിശയ്ക്ക് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ പേര് ചേർക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഒഴിവാക്കാനുള്ള പല മാർഗങ്ങളും പല ഹദീസുകളിലും ഒക്കെ പറയുന്നുണ്ട്. ഇസ്ലാമിക നിയമം അനുസരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് തലമുടി അന്യപുരുഷന്മാരെ കാണിക്കാൻ പാടില്ല. തലമുടി കാണിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇമാതിരി ഒരു ഇത് പിടിച്ച പരിപാടിയില്ല. ഇഷ്ടമേ അല്ല, അങ്ങ് വെറുത്തുപോയി. എന്തുവാ ഇത് ജീവിതം?
സഹോദരന്മാർക്കായി ഇനി നിങ്ങൾക്ക് ആരെങ്കിലും സഹോദരന്മാരാക്കണോ? ഇവൻ മുസ്ലിം സ്ത്രീകൾക്ക്, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾക്ക് ആരെങ്കിലും സഹോദരന്മാരാക്കണമെങ്കിൽ അന്യപുരുഷന്മാരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം. അത് 5 തവണയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ സഹോദരനായി. ഓക്കെ, സഹോദരൻ പോട്ടെ, ഇനി അവരോട് കല്യാണമൊന്നും പാടില്ല. മുടി കാണിക്കാൻ പറ്റില്ല, പക്ഷെ വേറെ എന്തെങ്കിലും കാണിച്ചാൽ ഇതേമാതിരിയുള്ള സാധനമാണ്. ലോജിക്കലായിട്ട് വേണം ചിന്തിക്കാൻ, ലോജിക്കലായിട്ട്. അപ്പം ഇങ്ങനെ അതിനകത്ത് ഞാനൊരു 2-3-4 ഹദീസുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഒത്തിരി ഹദീസുകളുണ്ട് ഇതേ കണക്ക്. പക്ഷെ ഇതിനൊരു ആയത്തും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ആ ആയത്ത് ആട് കടിച്ചുകൊണ്ട് പോയത് ഭാഗ്യം. ആ ആട് കടിച്ചോണ്ട് പോയി എന്നാണ് പറയുന്നത്. ഈ ആട് കടിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു മല്ലയ്യ ഇന്നത്തെ അവസ്ഥ? നിങ്ങൾ പേടിക്കണ്ട, ഈ ഒരു സാധനത്തിനായിട്ട്, ഈ ഒരു ഹദീസിനായിട്ട് ഫത്വ ഇറക്കിയ ടീമുകൾ വേറെ ഉണ്ട്. പക്ഷെ ആ ഫത്വകളൊന്നും നന്നായി പോയിട്ടില്ല. ഈ ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ആയുർവേദത്തിലും അന്നുള്ള ഈ എല്ലാ മതങ്ങളിലും ഈ കഥകളൊക്കെ എനിക്ക് തോന്നിയിട്ട് അധികമൊന്നും ആവാത്ത കഥകളാണ്. ഇതൊരു പാഞ്ചാലിയുടെ കഥയാണ്. 5 പേരുടെ കാര്യം. ഈ പാഞ്ചാലിക്കൊക്കെ കിട്ടുന്ന ഇതെല്ലാ മതത്തിലും ഉള്ളതാണ്. അന്നത്തെ ചിന്തകൾ ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോറി, ഞാൻ സ്ലൈഡ് അറിയാതെ കയറി വന്നതാണ്. ഇനി വേറെ ഒരു സ്ത്രീ സ്വാതന്ത്ര്യമാണ് പറയാൻ പോകുന്നത്. മനുഷ്യപ്പട്ടി. ഞാനിത് എടുക്കാതെ വെച്ചിരുന്ന ഒരു ഇതാണ്. കാരണം ഫത്തഹിൽ മൊയിൻ ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ പിന്നീട് ഇപ്പം ഇത്തിരി സമയം കൂടി ഉണ്ടായതുകൊണ്ട് ഈ മനുഷ്യപ്പട്ടി കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത്. ശൈഖുന പറഞ്ഞു, മറ്റൊരു കാര്യം, ഒരു നായയോ ഒരു പന്നിയോ ഒരു മനുഷ്യ സ്ത്രീയോ പ്രാപിക്കുകയും അതിൻ്റെ ഫലമായി ആ സ്ത്രീ ഒരു മനുഷ്യ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്താൽ ആ കുട്ടി നജസായിരിക്കും. ഇതെന്തുവാ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ദൈവം പറയേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? ഇത് പറഞ്ഞത് കൊണ്ട് ഇതെടുത്ത് അവരുടെ ഫിഖ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതാണ് ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ വിവാഹത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡറിൽ സംസാരിക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ്. വിവാഹത്തെ പറ്റി ഇനി ഒരു 3-4 സ്ലൈഡുകളോടുകൂടി ഞാനിത് നിർത്താം. സംസാരിക്കേണ്ട കാര്യങ്ങളായിരുന്നു. വിവാഹം, ഒരുമിക്കുക, മേളിക്കുക എന്നീ അർത്ഥങ്ങളാണ് ഭാഷാപരമായി നിക്കാഹ് എന്നുള്ള അർത്ഥം. അതായത് നിക്കാഹ് എന്ന് ഇന്ന് നമുക്കറിയാം എന്തിനാണ് ഒരു വിവാഹം കഴിക്കുന്നതെന്ന്. എന്തിനാണ്? പരസ്പരമായിട്ട് സമ്മതത്തോടെ പരസ്പര ആഗ്രഹങ്ങളെ പങ്കുവെച്ചും പരസ്പരം ഒരു കമ്പാനിയൻ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സമൂഹത്തിൽ അവിടെ പറയുക നിക്കാഹ് കഴിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടി തന്നെയാണ്. എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ തന്നെ അടിമുടി കണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഗോത്രീയ മനുഷ്യന്റെ ചിന്തകൾ ഇതിനപ്പുറം വളരാൻ കഴിയില്ല. അങ്ങനെ വളർന്നിട്ടില്ല. പക്ഷേ മുഹമ്മദിന്റെ കാലത്ത് പോലും ഇതിനേക്കാൾ നല്ല രീതിയിൽ വളർന്ന് പല മറ്റ് ഹദീസുകളും ഉണ്ടാക്കിയവരൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മുഹമ്മദിന്റെ കാലശേഷം അവിടേക്കൊക്കെ പോകാൻ നിന്ന ആൾക്കാരെ എനിക്ക് തോന്നുന്നു ഉമ്മറാന്ന് തോന്നുന്നു വാളുകൾ കൊണ്ട് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു നേരെ അങ്ങോട്ട് തന്നെ വെക്കോ, ഇനി അങ്ങോട്ട് പോകണ്ടെന്ന്. മറ്റുള്ള ആൾക്കാരെയൊക്കെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്ത്രീകളെ കല്യാണം കഴിക്കാനായിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും സ്ത്രീകളെ സ്ത്രീകളെ തെരഞ്ഞെടുക്കുന്നതിന് പോലും ഇവൻ്റെ കുഫ്വ ഒപ്പിക്കുമെന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. കാരണം ഞാനൊരു 3 കൊല്ലമായിട്ടേ ഉള്ളൂ ഇവരുടെ പണ്ഡിതന്മാരിൽ നിന്ന് ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്, അതും ക്ലബ് ഹൗസ് വന്നതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തയ്യക്കാരൻ്റെ മോളെ ഒരു തയ്യക്കാരനെ തന്നെ കെട്ടിക്കാൻ പറ്റുള്ളൂ, ഒരു രാജാവിൻ്റെത് കൊണ്ട് കെട്ടിക്കാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾക്കറിയാം ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും കെട്ടാം. പക്ഷെ അവർ തമ്മിൽ പരസ്പര പൊരുത്തവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. മറ്റേ നമ്മളെ കണക്കം പറയുന്ന പൊരുത്തം അല്ല കേട്ടോ. അവർ തമ്മിൽ സംസാരിച്ച് കണ്ടെത്തി അവരുടെ കാര്യങ്ങളെ പറ്റി മാനസികമായിട്ടുള്ള പൊരുത്തം ഉണ്ടായിരിക്കണമെന്നാണ്. അപ്പം നമ്മൾ നേരത്തെ ഒരു ഉസ്താദിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ ഉസ്താദ് പറഞ്ഞായിരുന്നു യൂറോപ്യൻസ് എല്ലാവരും എന്താ പറയുന്നത് ഈ സ്ത്രീകളെ കൊണ്ട് നടക്കുന്നത് പ്രത്യേകം ടൂളാക്കിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ ഈ ഉസ്താദ് പറയുന്ന ഇത്രയും സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന മക്കയിൽ പറ്റിയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. പിന്നെ മോന ഈ എൽത്തഹാവിയോ അങ്ങനെ എങ്ങാണ്ടാണ് അവരുടെ പേര്. ഇത് ഞാൻ എക്സിനകത്ത് നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാണ്. ഇതിനകത്ത് ഇപ്പോഴും കിടക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയ്ക്ക് മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ ഈ സ്ത്രീ സംരക്ഷണവും. ഇനിയും പറയാനാണെങ്കിൽ ഇനി കൂടുതലും ഉള്ളത് എന്താ പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ പ്രസന്റേഷൻ നിർത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ളതെല്ലാം വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് അത് പലരും പറഞ്ഞു പോയതാണ്. സ്ത്രീകൾക്ക് സ്വത്തവകാശം നിങ്ങൾ പലരും കേട്ടതായിരിക്കും. സ്ത്രീകളുടെ സ്വത്തവകാശം എങ്ങനെയാണെന്ന്, ഇസ്ലാമിൽ പകുതിയാണെന്നും, സ്ത്രീകൾക്ക് മറ്റ് സ്ത്രീകളുടെ സാക്ഷികളെ പറ്റിയിട്ട് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമായതുകൊണ്ടും അതിനെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഹദീസുകളും അതിൻ്റെ തഫ്സീറുകളും ഒക്കെ എടുത്തു വെച്ചിട്ട് ഇനി പറഞ്ഞു മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഏകദേശം
ഒരു 3/4 മണിക്കൂറും കൂടി വേണം എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടും ഞാൻ ഈ പ്രസൻറ്റേഷൻ ഏകദേശം ചുരുക്കി ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഈ കുട്ടികളിലും ഈ കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും കൗമാരത്തിലും അല്ലെങ്കിൽ മരണശേഷവും അല്ലെങ്കിൽ ഈ സ്വർഗത്തിൽ പോലുമുള്ള ഇവരുടെ വേർതിരിവുകളെ വെച്ചിട്ട് നമ്മൾക്ക് നല്ലൊരു പ്രസൻറ്റേഷൻ ആക്കി മുന്നോട്ട് ഇനി വരുമ്പോഴെപ്പോഴെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറേ സ്ലൈഡുകൾ വെച്ചത് മറ്റ് മതങ്ങളിലെ സ്ത്രീവിരുദ്ധതയും കൂടിയാണ്. അതുകൊണ്ട് മിക്സ് ചെയ്യാതെ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും ഏതോ ഒരു കാലഘട്ടത്തിൽ ആരുടെയൊക്കെയോ ഭാവനാ സൃഷ്ടികളാണെന്നുള്ള തിരിച്ചറിവാണ് അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത്. ഇതെല്ലാം ഒരു കഥകളാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങളും ഈ അംബാനും ഈ രംഗണ്ണനും ഒന്നും ജീവിച്ചിരുന്നതായിട്ടോ ജീവിച്ച് അവരുടെ കാലഘട്ടത്തിൽ മറ്റുള്ള ഏതെങ്കിലും ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്തതായിട്ടോ യാതൊരു തെളിവുമില്ല. അന്നൊക്കെ ആൺമേൽക്കോയ്മ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതോ അധികാരത്തിന്റെ കൊതിയുള്ളതോ അല്ലെങ്കിൽ അധികാരം അങ്ങനെ നിയന്ത്രിക്കാം എന്ന് കണ്ടെത്തിയ വ്യക്തികളോ കൊണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇവൻ മുഹമ്മദിന്റെ കാര്യത്തിൽ പോലും മുഹമ്മദ് മരിച്ച് 200-250 വർഷത്തിന് ശേഷം വന്നെത്തിയ കാര്യങ്ങളാണ്. ഈ സഹീഹ് ബുഖാരിയിലായാലും മുസ്ലിമിലായാലും തബരിയിലായാലും എല്ലാം 200 വർഷത്തിന് ശേഷം. നമുക്കറിയാം ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ പോലും എങ്ങനെയാണ് ദൈവമാക്കുന്നതെന്ന്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാജിക്കൽ കഥകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു ഈ സ്വർഗത്തിൽ പോയതും അല്ലെങ്കിൽ 7ാം ആകാശം കണ്ടതും ബുറാക്കിനെ പിടിച്ച് കൊണ്ടുപോയി പറന്നതുമായിട്ടുള്ള ഒരു മാനവരിൽ മനോഹരനെ ഉണ്ടാക്കാൻ അന്നത്തെ കാലത്തുള്ള ഒരു അത്യാവശ്യം ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾ കേവലം കഥകളായിട്ട് കാണുക, ഇതിനെ നിങ്ങൾ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമായിട്ട് പകർത്താതിരിക്കുക. ഇത്തരം പകർത്തുന്ന ഇങ്ങനെയൊക്കെ സ്ത്രീകളെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറയുന്ന ഉസ്താക്കന്മാരെ കഴിവതും ഒഴിവാക്കുക. ഇതോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ നിർത്തുകയാണ് ഇന്നത്തേത്. എനിക്ക് ഇത്രയും നല്ലൊരു വേദിയിൽ ഈ ഒരു അവസരം ഒരുക്കി തന്ന എസൻസിന്, പ്രത്യേകിച്ച് പ്രോവ 24ന്റെ എല്ലാ ടീമിനും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.